welcome to my channel. അപ്പോൾ നമ്മളിതാ നമ്മുടെ തെർമോഡൈനാമിക്സിൻ്റെ നെക്സ്റ്റ് പാർട്ടിലേക്കാണ്. വെരി സിമ്പിളാണ്, പക്ഷേ ന്യൂമറിക്കൽ പ്രോബ്ലം ചോദിക്കാൻ പറ്റിയൊരു ഏരിയയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ആ ഒരു കുഞ്ഞ് ഏരിയയാണ് എടുക്കുന്നത്. അതോടൊപ്പം നമ്മൾ ഒന്ന് രണ്ട് ന്യൂമറിക്കൽ പ്രോബ്ലം കൂടെ ചെയ്യുന്നതുണ്ടായിരിക്കും. പിന്നെ നിങ്ങളോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ ഇട്ടോളാൻ. ആരും ഡൗട്ടൊന്നും കാണുന്നില്ല, മനസ്സിലാവുന്നുണ്ട് വിചാരിക്കുന്നു. സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് മെയിൻലി ടു കോൺസെപ്റ്റ്. വൺ ഇസ് തെർമോകെമിക്കൽ ഇക്വേഷൻ, ദി സെക്കൻഡ് വൺ ഇസ് ഹെസ്സസ് ലോ. രണ്ട് കോൺസെപ്റ്റാണ്, രണ്ടും സിമ്പിളാണ്, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ എന്താണ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, എന്താണ് തെർമോകെമിക്കൽ ഇക്വേഷൻ? നമുക്കറിയാം ഇക്വേഷൻസിൽ നമ്മൾ റിയാക്ഷൻ എഴുതുമ്പം പ്രോഡക്ട്സും റിയാക്റ്റൻസൊക്കെ വെച്ചിട്ട് നമ്മളൊരു ഇക്വേഷൻ എഴുതും. അപ്പം ഇനി എന്താണ് തെർമോകെമിക്കൽ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, a thermochemical equation is a balanced equation that not only represent the number of moles of the reactants and products but also indicates the heat absorbed or evolved during a chemical process. എന്താ മനസ്സിലായത്? നമുക്കറിയാം ഒരു കെമിക്കൽ ഇക്വേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തും, ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള റിയാക്റ്റൻറ്റും പ്രോഡക്റ്റും ഉള്ള ഒരു ഇക്വേഷൻ, അത്രയല്ലേ ഉള്ളൂ. ബട്ട് തെർമോകെമിക്കൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ആ കെമിക്കൽ ഇക്വേഷൻ്റെ കൂടെ എന്തുകൂടെ വേണം, അവിടെ നടക്കുന്ന ഹീറ്റ് അബ്സോർബ് ചെയ്തതാണോ ഇവോൾവ് ചെയ്തതാണോ എന്നുള്ളതും കൂടെ റെപ്രസെൻറ്റ് ചെയ്താൽ ദെൻ വി കോൾ ഇറ്റ് ആസ് എ thermochemical equation. So what is meant by a thermochemical equation? A balanced chemical equation that not only gives the idea about the number of moles of the reactants and product but also indicates the amount of heat absorbed or evolved during the process, and it also represents the state of the system. അതായത് ഈ റിയാക്റ്റൻ്റ് ഏത് സ്റ്റേറ്റിലാണ്, ഈ പ്രോഡക്റ്റ് എന്ത് സ്റ്റേറ്റിലാണ്. ഇനി ചിലപ്പോൾ നമുക്ക് എലോട്രോപ്പിക് ഫോം ഉണ്ട്. നമുക്കറിയാലോ എലോട്രോപ്സ് എന്താ, കാർബണിന് ഡിഫറെൻറ്റ് എലോട്രോപ്സ് ഉണ്ട്, സൾഫറിന് ഡിഫറെൻറ്റ് എലോട്രോപ്സ് ഉണ്ട്, ഇതൊക്കെ നിങ്ങൾ പഠിച്ചു. അപ്പം അവരുടെ ആ എലോട്രോപ്പിക് ഫോമും കൂടെ അവിടെ ചിലപ്പോൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് കാണാം. നിങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു എക്സാമ്പിൾ എടുത്തപ്പോൾ കാർബൺ ഗ്രാഫൈറ്റ്, എല്ലോട്രോപ്പിക് ഫോം ഓഫ് കാർബൺ. അപ്പോൾ അതൊക്കെ നമ്മളൊരു ഇക്വേഷനിൽ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഇക്വേഷനെ പറയുന്ന പേരാണ് തെർമോകെമിക്കൽ ഇക്വേഷൻ. നോക്കിക്കോളൂ, H2 ഇത് ബാലൻസ്ഡ് ആയിരിക്കണം. ഹാഫ് O2 പറയുമ്പോൾ H2O2 കണ്ട ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ that not only represent the number of moles, ഇവിടെ 1 mole of hydrogen to half moles of oxygen gives 1 mole of water. അവിടെ എന്ത് റെപ്രസെൻറ്റ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ റിയാക്റ്റൻസ് ആൻഡ് പ്രോഡക്ട്സ്. അതോടൊപ്പം ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു -286.00 കിലോ ജൂൾ മോൾ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഇനി നമ്മൾ ഈ ഒരു ഇക്വേഷനെ വെച്ചിട്ട് കുറച്ച് സൈൻ കൺവെൻഷൻസ് ഉണ്ട്, അതൊന്ന് നോക്കാം. If the reaction is carrying with an exothermic, that is heat is liberated, പുറത്തേക്ക് വിടുകയാണെങ്കിൽ then the delta value will be negative. If the heat is absorbed by the system then the delta value will be positive. ഇനി അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ കോഎഫിഷ്യന്റ്. It should represent the number of moles of the reactants and products. പ്രോഡക്ട്സിൻ്റെയും റിയാക്റ്റൻറ്റിൻ്റെയും നമ്പർ ഓഫ് മോൾസ് നമ്മൾ കോഎഫിഷ്യൻ്റിൽ റെപ്രസെൻറ്റ് ചെയ്തിരിക്കണം. ദാറ്റ് ഇൻ ദിസ് ഇക്വേഷൻ ദ കോഎഫിഷ്യൻ ഷോസ് ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ റിയാക്റ്റൻസ് ആൻഡ് പ്രോഡക്ട്സ്. എത്ര റിയാക്റ്റൻ്റ് എത്ര മോൾസ് ഓഫ് പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണം. ഇനിയിപ്പോൾ നിങ്ങളൊരു മാത്സിൽ x+y = 3. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഇതിനെ 2x ഫോമിലേക്ക് ആക്കണേ. നിങ്ങൾ എന്ത് ചെയ്യും, ഫസ്റ്റ് ഇക്വേഷൻ ഇസ് മൾട്ടിപ്ലൈഡ് ബൈ 2. അപ്പോൾ എങ്ങനെ എഴുതുക, 2x + 2y = 6 ഇങ്ങനെ എഴുതുമല്ലോ. ഇതേപോലെ സംടൈംസ് ഇൻ കെമിസ്ട്രി വി ഓൾസോ ഹാവ് ടു മൾട്ടിപ്ലൈ ഓർ സംടൈംസ് വി ഹാവ് ടു ഡിവൈഡ്. ചിലപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും ഇവിടെയുള്ള കോഎഫിഷ്യൻസ്. എന്തിനാന്നുള്ളത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. അങ്ങനെ നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ ഡിവിഷനോ മൾട്ടിപ്ലിക്കേഷനോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ക്യാരിഡ് ഔട്ട് ഹിയർ ഓൾസോ. ഇപ്പം ഞാൻ ഈ ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഐ ഹാവ് ടു ഡു ദാറ്റ് മൾട്ടിപ്ലിക്കേഷൻ ഹിയർ ഓൾസോ. അപ്പം നമ്മൾ ഈ ഒരു കോഎഫിഷ്യൻ അതായത് നമ്മൾ മോൾസിൻ്റെ അവിടെ ഒരു മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ക്യാരിഡ് ഔട്ട് അറ്റ് ദി ഡെൽറ്റ എച്ച് വാല്യൂ ഓൾസോ. ഇനി ഒരു റിയാക്ഷൻ N2 + 3H2 gives 2NH3. ഇത് പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ, നമ്മുടെ അമോണിയ ഫോർമേഷൻ. ഇതിൻ്റെ ഡെൽറ്റ എച്ച് വാല്യൂ ഞാൻ വെറുതെ എഴുതുകയാണ്, -23.56 വെറുതെ കേട്ടോ, -23. ഇനി ഈ ഇക്വേഷൻ ചില സമയത്ത് ഇപ്പം നിങ്ങൾക്ക്
എക്സ് പ്ലസ് 2 ഇസ് ഈക്വൽ ടു വൈ. അപ്പോൾ നിങ്ങൾ ഇതിന് എന്താണ് വൈൻ്റെ ഫോമിലേക്ക് എഴുതാൻ നിങ്ങൾ എന്ത് എഴുതും? എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 2 അങ്ങനെ എഴുതാറില്ലേ? ഇല്ലേ? അല്ലെങ്കിൽ ജസ്റ്റ് ഈ ഇക്വേഷൻ ജസ്റ്റ് ഇങ്ങനെ വൈ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 2. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ മാത്സിൽ വലിയ ചേഞ്ച് ഒന്നുമില്ല അല്ലേ? വൈ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 2 എന്ന് എഴുതിൽ. ഇനിയിപ്പം ഞാൻ ഈ ഇക്വേഷൻ റിവേഴ്സ് ചെയ്തിട്ട് ഇതൊരു ഫോർവേഡ് റിയാക്ഷൻ, ഇത് ഞാൻ ജസ്റ്റ് തല കുത്തനെ എഴുതുക. ദാറ്റ് ഇസ് 2NH3 gives N2 plus 3H2. ആദ്യം N2ഉം H2ഉം കൂടെ കമ്പൈൻ ചെയ്തപ്പോൾ എനിക്ക് അമോണിയ കിട്ടി. ഇനി ഞാൻ അടുത്ത സ്റ്റെപ്പിൽ ആ ഇക്വേഷൻ ഒന്ന് റിവേഴ്സ് ചെയ്യാൻ തന്നെ പ്രോഡക്റ്റ് റിയാക്റ്റൻറ്റ് സൈഡിലേക്കും റിയാക്റ്റൻ്റ് പ്രോഡക്റ്റ് സൈഡിലേക്കും വരിക. അതായത് അമോണിയ ഡീകമ്പോസ് ചെയ്തിട്ട് N2 plus 3H2. ഇങ്ങനെ ഞാൻ ഒരു റിവേഴ്സിങ് ഓഫ് ദി ഇക്വേഷൻ ഇസ് ടേക്കിംഗ് പ്ലേസ്. ദെൻ ഐ ഷുഡ് ചേഞ്ച് ദി സൈൻ ഓഫ് ദി ഡെൽറ്റ എച്ച് വാല്യൂ. അപ്പം ഇങ്ങോട്ടുള്ള റിയാക്ഷൻ മൈനസ് ആണെങ്കിൽ ഇതിൻ്റെ റിവേഴ്സ് എന്തായിരിക്കണം? 23.56 പോസിറ്റീവ്. മനസ്സിലായോ എന്തൊക്കെയാണ് തെർമോകെമിക്കൽ? ഇത് പറയണത് എന്തിനാ വെച്ചാൽ ഞാൻ പറഞ്ഞില്ല ഇന്ന് നമുക്ക് പ്രോബ്ലം ചെയ്യാനുണ്ട്. അപ്പോൾ ആ പ്രോബ്ലം ചെയ്യുമ്പോൾ അതെന്താ അങ്ങനെ മാം ചെയ്തത് എന്നുള്ളത് നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത്. സോ വാട്ട് ഈസ് മെൻ ബൈ തെർമോകെമിക്കൽ ഇക്വേഷൻ? Thermochemical equation is a chemical equation which not only represents the number of moles of reactants and products, it also expresses or indicates the amount of heat absorbed or evolved during that chemical reaction. ഇനി എൻഡോ ആണെങ്കിൽ പോസിറ്റീവ്, എക്സോ ആണെങ്കിൽ പുറത്തേക്ക് പോവുക നെഗറ്റീവ്. കോഎഫിഷ്യൻ്റ് റെപ്രസെൻ്റ് ചെയ്തിരിക്കണം. എത്ര മോൾസ് ഓഫ് റിയാക്ടൻ അത് ബാലൻസ്ഡ് ചെയ്തിരിക്കണം. കോഎഫിഷ്യൻ്റ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി മൾട്ടിപ്ലൈ, ദ സെയിം നമ്പർ ഷുഡ് ബി മൾട്ടിപ്ലൈഡ് വിത്ത് ദ ഡെൽറ്റ എച്ച് വാല്യൂ ഓൾസോ. ഇഫ് ദ റിയാക്ഷൻ ഇസ് റിവേഴ്സ്, ദ സൈൻ ഓഫ് ദി ഡെൽറ്റ എച്ച് വാല്യൂ ഷുഡ് ബി ഓൾസോ റിവേഴ്സ്. അപ്പോൾ ഇത്രയുമാണ് തെർമോകെമിക്കൽ ഇക്വേഷനിൽ നമുക്ക് പറയാനുള്ളത്. അടുത്തത് അതിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ദാറ്റ് ഈസ് ഹെസ്സസ് ലോ. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രോബ്ലങ്ങൾ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഹെസ്സസ് ലോ ഓഫ് കോൺസ്റ്റൻറ്റ് ഹീറ്റ് സമ്മേഷൻ. എനർജി ചേഞ്ച്, അതായത് നമുക്കൊരു റിയാക്ഷൻ നടക്കുമ്പോൾ ഒരു എനർജി ചേഞ്ച് ഉണ്ടാവും അല്ലേ? എനർജി ചേഞ്ച് അക്കമ്പനിങ് എ കെമിക്കൽ റിയാക്ഷൻ ഇസ് ഗവേൺഡ്. അതായത് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പം എനർജിയിൽ ഉണ്ടാവുന്ന ഒരു ചേഞ്ച് ഉണ്ടാവുമല്ലോ, ആ ചേഞ്ചിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലോ ആണ് ഹെസ്സസ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഹെസ്സസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഹീറ്റ് ഇവോൾവ് ഓർ absorbed during a chemical reaction is same whether it take place in one step or more than one step. എന്താണ്? the total amount of heat absorbed or evolved during a chemical reaction is same whether it take place in one step or more than one step. അപ്പം എന്താ ഡെഫിനിഷൻ മനസ്സിലായില്ലെങ്കിൽ ഒന്ന് നോക്കിക്കോളൂ. എ എന്ന് പറഞ്ഞൊരു റിയാക്റ്റൻറ്റ് ബി എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ എനിക്ക് ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ക്യൂ ആണെന്ന് വിചാരിക്കാം. ക്യൂ എമൗണ്ട് ഓഫ് ഹീറ്റ് ഇസ് ഇവോൾവ്. ഓക്കെ, അപ്പോൾ ഇതേ റിയാക്ഷൻ ചിലപ്പോൾ നമുക്ക് ഒരു വീട്ടിലേക്ക് പോകാൻ, നിങ്ങളുടെ വീട്ടിലേക്ക് ചിലപ്പം പോകാൻ ഒരു വഴി ഉണ്ടാവും, ചിലപ്പം വേറെ 2-3 വഴികളിൽ കൂടെ പോയാലും എത്തുന്ന വീട് സെയിം തന്നെയായിരിക്കും അല്ലേ? നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ ഷോർട്ട് കട്ട് ഉണ്ടാവും, വലിയ വഴികളുണ്ടാവും. അങ്ങനെ അതേപോലെ ഈ റിയാക്ഷനിലേക്ക് എത്താൻ ചിലപ്പം ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ആയിട്ട് ക്യാരി ഔട്ട് ചെയ്യാം. അതായത് എ ആദ്യം സി എന്ന് പറഞ്ഞ ഒരാളാവും, സി വീണ്ടും എന്താളായിട്ട് മാറും? ഡി ആയിട്ട് മാറും. ഈ ഡി എന്തായിട്ട് മാറും? ബി എന്ന് പറഞ്ഞ പ്രൊഡക്റ്റോ, അതായത് എ എന്ന് പറഞ്ഞ ആൾ ബി എന്ന് പറഞ്ഞ പ്രൊഡക്റ്റാണ് ആവുന്നത്. അപ്പോൾ അത് ഡയറക്റ്റ്ലി ആവാം. അപ്പോൾ ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് ക്യൂ ആണ്. ഇനി ഡി ബി എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് എത്താൻ ആദ്യം എ സി ആവും, സി ചിലപ്പോൾ ഡി ആവും, എന്നിട്ട് ഡി പിന്നെ എന്തായി മാറും? ബി ആയിട്ട് മാറും. അപ്പം എ എന്ന് സിയിലേക്ക് എത്താനുള്ള ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് Q1 ആണ്, ഇത് Q2 ആണ്, ഇത് Q3 ആണെങ്കിൽ ഇവരെ മൂന്നാൾ, അതായത് Q1 + Q2 + Q3 എന്ന് പറയുന്നത് Q തന്നെയായിരിക്കും. ഇതിപ്പോൾ 10 ആണെങ്കിൽ നമുക്ക് ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എത്രയാണ് കിട്ടുക? 10 ആണ് കിട്ടുക. അതായത് ഇത് ഒരു സ്റ്റെപ്പിൽ സെയിം റിയാക്ഷൻ. ഇവിടെ ഒരു കാര്യം കൂടെ ഉണ്ട്, ടെമ്പറേച്ചർ ഷുഡ് ബി കെപ്റ്റ് കോൺസ്റ്റൻറ്റ്. അതായത് ഈ എ ടു ബിയിലേക്ക് നടക്കുന്ന ടെമ്പറേച്ചർ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറാണ്, അതേ ടെമ്പറേച്ചറിൽ തന്നെ ആയിരിക്കണം ഈ ഒരു ഡിഫറെൻറ്റ് സ്റ്റെപ്സിലും ക്യാരി ഔട്ട് ചെയ്യുന്നതെങ്കിൽ ദെൻ നമ്മൾ എന്താ പറഞ്ഞത്? ഫസ്റ്റ് സ്റ്റെപ്പിൽ ഒരു സ്റ്റെപ്പിൽ നടന്നാലും അത് 2-3 സ്റ്റെപ്പിൽ നടന്നാലും നമുക്ക് കിട്ടുന്ന ഹീറ്റ് ഇവോൾവ് ഓർ അബ്സോർബ്ഡിൻ്റെ വാല്യൂ സെയിം ആയിരിക്കും. അതായത് എ നിന്ന് ബിയിലേക്ക് എത്താൻ 10 ആണ് എമൗണ്ട് ഓഫ് ഹീറ്റ് റിലീസ് ചെയ്തതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാലും എന്ത് കിട്ടണം? നമുക്ക് എന്ത് വാല്യൂ കിട്ടണം? -10 കിട്ടിയിരിക്കണം.
മനസ്സിലായോ? അപ്പോൾ സോ വാട്ട് ഇസ് മെൻ ബൈ ഹെസ്സസ് ലോ? Hess's law, according to Hess's law, whenever a chemical reaction is carried out, the amount of heat evolved or absorbed will be same whether it take place in one step or more than one step. ഒരു റിയാക്ഷൻ ഒരു പ്രൊഡക്റ്റേക്ക്, അതായത് റിയാക്റ്റൻറ്റും പ്രൊഡക്റ്റും സെയിം ആയിരിക്കണം കേട്ടോ. റിയാക്റ്റൻറ്റും പ്രൊഡക്റ്റും സെയിം ആണെങ്കിൽ ആ റിയാക്റ്റൻ്റ് ആ പ്രൊഡക്റ്റ് അവൻ ചിലപ്പോൾ 2-3 പ്രോസസ്സ് കൂടെ പോയാലും എവോൾവ് അല്ലെങ്കിൽ എബ്സോർബ് ചെയ്യുന്ന ഹീറ്റിൻ്റെ എമൗണ്ട് സെയിം ആയിരിക്കും എന്നാണ് ഹെസ്സസ് പറയുന്നത്. അതിനുള്ള ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഹെസ്സസ് ലോക്കുള്ള ഒരു എക്സാമ്പിൾ നോക്കിക്കോളൂ. നമുക്കറിയാം കാർബൺ പ്ലസ് ഓക്സിജൻ ഗീവ്സ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ സോളിഡ് സ്റ്റേറ്റിൽ ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള ഓക്സിജനുമായിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു? ഗേഷ്യസ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടി. ഡെൽറ്റ എച്ച് വാല്യൂ ഇസ് 393.5 കിലോ ജൂൾ ആണേ. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ ഇക്വേഷനിൽ എപ്പോഴും സ്റ്റേറ്റും കൂടെ റെപ്രസെൻ്റ് ചെയ്യണം. അത് കിട്ടിയിരിക്കുന്നത് ഇതാണ് വാല്യൂ. ഇനി ഇതേ കാർബൺ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ആവാൻ ചിലപ്പം വേറെ പ്രോസസ്സ്, അതായത് കാർബൺ ആദ്യം 1/2 മോൾ ഓഫ് O2 ആയിട്ട് കാർബൺ മോണോക്സൈഡായി. ഈ കാർബൺ മോണോക്സൈഡ് വീണ്ടും 1/2 ഓക്സിജൻ മോളിക്യൂളുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ്. നോക്കൂ, ഇനീഷ്യൽ പ്രൊഡക്റ്റ് കാർബൺ ആണ്, ഫൈനൽ പ്രൊഡക്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇത് എത്ര പ്രോസസ്സ് കൂടെ ഇത് ഒറ്റ സിംഗിൾ സ്റ്റെപ്പാണ്, ഇത് 2 പ്രോസസ്സിലാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ ഇത്ര എമൗണ്ട് ഓഫ് ഹീറ്റ് ഇവോൾവ് ചെയ്തു, സെക്കൻഡ് സ്റ്റേജിൽ ഇത്ര എമൗണ്ട് ഓഫ് ഹീറ്റ് ഇവോൾവ് ചെയ്തു. അപ്പോൾ നമ്മൾ ഈ ടോട്ടൽ, അതായത് കാർബൺ ടു കാർബൺ ഡൈ ഓക്സൈഡ് ആവാനുള്ള ടോട്ടൽ ചേഞ്ച് ഒന്ന് നോക്കി നോക്കിയേ. 5, 3, 9. ഇനി ഇതൊന്ന് നോക്കിക്കേ, നമുക്ക് ഒറ്റ സ്റ്റേജിൽ കാർബൺ ടു ഓക്സിജൻ കമ്പൈൻ ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആയിരുന്നു കിട്ടിയ 393. കാർബൺ ടു കാർബൺ ഡൈ ഓക്സൈഡ് 2 സ്റ്റെപ്പിലൂടെ നടന്നപ്പോഴും നമുക്ക് കിട്ടിയ വാല്യൂ എത്രയാ? 393. ഇത് തന്നെയാണ് ഹെസ്സസ് പറഞ്ഞത്. ദാറ്റ് ഇസ് during a chemical reaction, if that reaction is carrying out in a one step or more than one step, the amount of heat evolved or absorbed will be same. അതായത് വൺ സ്റ്റെപ്പിലാണെങ്കിലും അത് മൾട്ടി സ്റ്റെപ്പിൽ നടന്നാലും എവോൾവ് ചെയ്യുന്ന ഹീറ്റിൻ്റെ എമൗണ്ട് എപ്പോഴും സെയിം ആയിരിക്കും. ഇതാണ് നമ്മുടെ ഹെസ്സസ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ആവശ്യം എന്താ? ഈ ഹെസ്സസ് ലോ, ഈ ഒരു ഹെസ്സസ് ലോന് ഭയങ്കര ആപ്ലിക്കേഷൻ ഉണ്ട്. നമുക്ക് പല റിയാക്ഷനിലും ഹീറ്റ് ഓഫ് റിയാക്ഷൻ കണ്ടുപിടിക്കാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഹെസ്സസ് ലോ തരുന്നത്. ഇപ്പോൾ നമ്മൾ ന്യൂമറിക്കൽ പ്രോബ്ലം തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഹെസ്സസ് ലോൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ നമുക്കിനി എന്താ നോക്കാൻ പോകുന്നത്? നമ്മൾ ഈ ടെക്സ്റ്റിലുള്ള 1-2 ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒന്ന് ചെയ്ത് നോക്കാം. കാരണം എല്ലാം കൂടെ ലാസ്റ്റിലേക്ക് വെക്കുമ്പോഴേ ചിലപ്പം എല്ലാ പ്രോബ്ലം കൂടെ നമ്മൾ എത്തിയിട്ടില്ലെങ്കിലോ, കാരണം ഇതൊന്നും നമ്മുടെ ആറ്റോമിക് സ്ട്രക്ചർ എന്നൊക്കെ നല്ല പ്രോബ്ലംസ് ചോദിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. നിങ്ങൾക്ക് ഇനി ഈ പ്രോബ്ലം ചെയ്യുമ്പം ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കമൻസിൽ. പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ വല്ല പ്രോബ്ലത്തിൻ്റെ ആൻസർ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മെയിൽ ചെയ്യാം easychemistryclass@gmail.com. അപ്പോൾ നമ്മൾ നോക്കാം 1-2 പ്രോബ്ലം കേട്ടോ. അപ്പോൾ ഇതാ ഒരു ക്വസ്റ്റ്യൻ, ഇത് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളതല്ല കേട്ടോ, അത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ചെയ്താൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ളത് ചെയ്യുമ്പം പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ വലുത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആവുമല്ലോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കൂ. കാൽക്കുലേറ്റ് ദ എൻതാൽപ്പി ചേഞ്ച്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എൻതാൽപ്പി ചേഞ്ച്. സ്റ്റാൻഡേർഡ് ഹീറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ഗേഷ്യസ് അമോണിയ is -111.0 കേട്ടോ, -11.0 കിലോ കാലറി പെർ മോൾ at 298 Kelvin. ദ റിയാക്ഷൻ, ഇതാണ് റിയാക്ഷൻ. ഈ റിയാക്ഷനിൽ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? എൻതാൽപ്പി ചേഞ്ച്. ഇവിടെ എന്താ തന്നിരിക്കുന്നത്? സ്റ്റാൻഡേർഡ് ഹീറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ഗേഷ്യസ് അമോണിയ തന്നിട്ടുണ്ട്. ഇതാണ് ഇക്വേഷൻ. അപ്പം നമുക്കറിയാം എൻതാൽപ്പി ചേഞ്ച് കണ്ടുപിടിക്കുക ഫൈനൽ മൈനസ് ഇനീഷ്യൽ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു പ്രോഡക്റ്റ് മൈനസ് റിയാക്റ്റൻ്റ് ആണ്. അപ്പം നമുക്ക് പ്രോഡക്റ്റ് ഉണ്ട്, റിയാക്റ്റൻ്റ് ഉണ്ട്. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറയുന്നത്? സം ഓഫ് ദി സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ദി പ്രോഡക്റ്റ് മൈനസ് സം ഓഫ് ദി സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ദി റിയാക്റ്റൻ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെ പ്രൊഡക്റ്റ് അറിയാം, അമോണിയ. അപ്പം നമ്മൾ അവരുടെ എന്താണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി വേണം. ഡെൽറ്റ HF ഓഫ് 0 ഓഫ് അമോണിയ ആണ്. ഡെൽറ്റ HF ഓഫ് അമോണിയ മൈനസ് റിയാക്റ്റൻ്റ് അരയ്ക്കുക ഡെൽറ്റ HF0 ഓഫ് N2 പ്ലസ് ഡെൽറ്റ HF0 ഓഫ് H2. ഇങ്ങനെ എഴുതിയാൽ മതിയോ? പോരാ, കാരണം ഇവിടെ എത്ര മോൾസ് ഉണ്ടെന്നും കൂടെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെൽറ്റ എച്ച്, അതായത് എൻതാൽപ്പി ചേഞ്ച് ഓഫ് ഫോർമേഷൻ കിട്ടും. നമുക്കിവിടെ തന്നിട്ടുണ്ട് ദ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് അമോണിയ ഇസ് -11.0 കിലോ ജൂൾ, കിലോ കാലറി പെർ മോൾ, മൈനസ് ഹാഫ് ഓഫ് ഈ 2 വാല്യൂ നമ്മളിൽ ഇല്ല. സ്റ്റാൻഡേർഡ് ഹീറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് നൈട്രജൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഹീറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ഹൈഡ്രജൻ.
കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഈ സ്റ്റാൻഡേർഡ് ഹീറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് സബ്സ്റ്റൻസസ് ഇൻ എലിമെൻ്റൽ സ്റ്റേറ്റിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അതായത് എലിമെൻ്റൽ സ്റ്റേറ്റിലുള്ള സബ്സ്റ്റൻസിൻ്റെ ഹീറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഹീറ്റ് ഓഫ് ഫോർമേഷൻ ഇസ് ടേക്കൺ ആസ് 0 നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എലിമെൻ്റൽ സ്റ്റേറ്റിലാണെങ്കിൽ അവരുടെ എൻതാൽപ്പി എന്ന് പറയുന്നത് നമ്മൾ 0 ആയിട്ട് ആർബിട്രറി വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം 1/2 × 0 + 3/2 × 0, കാരണം ഇതും എലിമെൻ്റൽ സ്റ്റേറ്റിലാണ്, ഇതും എലിമെൻ്റൽ സ്റ്റേറ്റിലാണ്. സോ എന്താ -11.0 kcal/mol is the enthalpy change of formation for the reaction N2 + 3H2 gives 2NH3. Yes, NH3. ക്ലിയർ ആണോ? ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ഈ ക്വസ്റ്റ്യൻ നോക്കി എൻതാൽപ്പി ചേഞ്ച് ആണ്. എൻതാൽപ്പി ചേഞ്ച് അപ്പം നിങ്ങളുടെ മനസ്സിൽ വരുന്ന പ്രൊഡക്റ്റ് മൈനസ് റിയാക്റ്റൻ്റ് ആണ്. നമ്മൾ ഇവിടെ തന്നിട്ടുണ്ട് ഹീറ്റ് ഓഫ് ഫോർമേഷൻ. അപ്പം നമ്മൾ ആ ഫോർമുല എടുക്കുക. സ്റ്റാൻഡേർഡ് ഹീറ്റ് ഓഫ് ഫോർമേഷൻ ഇസ് ഈക്വൽ ടു അതായത് സം ഓഫ് ദി പ്രൊഡക്റ്റ് സ്റ്റാൻഡേർഡ് ഹീറ്റ് ഓഫ് പ്രൊഡക്റ്റ് മൈനസ് എൻതാൽപ്പി ചേഞ്ച് ഓഫ് ദി റിയാക്റ്റൻ്റ് എടുത്തിട്ട് നമ്മൾ നോക്കുക. ഇതിൽ നമ്മൾ റിയാക്റ്റൻ്റും പ്രൊഡക്റ്റൊക്കെ എടുക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പം N2O അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിൻ്റെ വാല്യൂസ് തന്നിട്ടുണ്ടാവും. അപ്പോൾ അത് നോക്കി ചെയ്യുക. ഇവിടെ എലിമെൻ്റൽ സ്റ്റേറ്റിലാണ്, അതായത് N2, H2, O2, C അല്ലെങ്കിൽ Fe, Mg അങ്ങനെയൊക്കെ തരുമ്പോൾ നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം? 0 ആയിട്ട് കൺസിഡർ ചെയ്ത ദ ആൻസർ വിൽ ബി ദിസ്. ക്ലിയർ ആണോ? ഇനി വേറൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇനി ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു തന്നെയാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. കഴിഞ്ഞല്ല, അതിൻ്റെ മുന്നത്തെ ക്ലാസ്സിലെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അതിന് റിലേറ്റ് ചെയ്തൊരു സിമ്പിൾ പ്രോബ്ലമാണ്. ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്കില്ലേ 1 മാർക്കിനൊക്കെ ചോദിക്കും. ഇത് ആ വർക്കിംഗ് കോളത്തിൽ സൈഡിൽ ചെയ്യാൻ അത്രയും സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ഒന്ന് ക്വസ്റ്റ്യൻ കണ്ടാൽ വിട്ട് കളയരുത്. നിങ്ങൾ എന്തായാലും തന്നിരിക്കുന്ന ഡേറ്റാസ് എഴുതുക. ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മൈൻഡിൽ അതിന് റിലേറ്റ് ചെയ്ത ഫോർമുലാസ് വരും. ക്വസ്റ്റ്യൻ കണ്ട് ഒഴിവാക്കിയാൽ നമുക്ക് അയ്യോ എന്താണെന്നുള്ളത് തന്നിരിക്കുന്ന ഡാറ്റാസ് നിങ്ങൾ എഴുതിക്കും. അപ്പം നിങ്ങളുടെ മൈൻഡിൽ ഓട്ടോമാറ്റിക്കലി ഫോർമുലാസ് വരും. ഇതിങ്ങനെ ചെയ്യാലോ എന്നുള്ളതൊരു ഐഡിയ കിട്ടും. അപ്പം നോക്കാം എങ്ങനെയാണ് കേട്ടോ. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് required to raise the temperature of 13.5 gram aluminum from 300 Kelvin to 400 Kelvin if the specific heat of aluminum is 0.9 joule. അപ്പം നമുക്ക് ഈ സ്പെസിഫിക് ഹീറ്റ് എന്ന് കാണുമ്പം സംതിങ് റിലേറ്റഡ് ടു അവർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അപ്പം നമുക്കറിയുന്ന ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ എഴുതി പഠിക്കുന്നതായിരിക്കും നല്ലത്. അതായത് നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ 2 കോളം അങ്ങ് വരച്ചേക്കാം. ഇപ്പുറത്തെ സൈഡിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഡേറ്റ, ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി ഒരു കോളം കൂടെ വരച്ചു കഴിഞ്ഞാൽ വർക്കിംഗ് കോളത്തിനും കൂടെ ആയ പേപ്പർ നീറ്റായി കാണുന്ന ടീച്ചർക്കും മനസ്സിലാവും മാർക്ക് തരണമെന്ന് വെറുതെയെങ്കിലും തോന്നും. അപ്പോൾ എന്താണ്? കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദി ടെമ്പറേച്ചർ ഓഫ് 13.5 gram. അപ്പോൾ നമുക്കറിയാം ഗ്രാം എന്ന് പറയുമ്പോൾ മാസ് ഓഫ് അലൂമിനിയം ആണ്. എത്രയാണ്? 13.5 gram ആണ്. ഫ്രം 300 to 400 എന്ന് പറഞ്ഞാൽ T1 എന്ന് പറയുന്നത് 300 കെൽവിനും T2 എന്ന് പറയുന്നത് 400 കെൽവിനുമാണ്. ഇനി നമുക്ക് തന്നിട്ടുണ്ട് സ്പെസിഫിക് ഹീറ്റ്. സ്പെസിഫിക് ഹീറ്റിന് നമുക്കറിയാം സി എന്ന് പറയുന്നത് 0.9 ജൂൾ. തന്നിരിക്കുന്ന എല്ലാ കാര്യവും നിങ്ങൾ എഴുതിയേക്കണം കേട്ടോ. ഗ്രാം ഇൻവേഴ്സ്. യെസ്, നിങ്ങളോട് എന്താ പറഞ്ഞത്? കാൽക്കുലേറ്റ് ദി എമൗണ്ട് ഓഫ് ഹീറ്റ്. ഹീറ്റിനുള്ളൊരു ഇക്വേഷൻ, ഹീറ്റ് എന്ന് പറഞ്ഞാൽ ക്യൂ ആണ്. ക്യൂവും സിയും വെച്ചിട്ടുള്ള ഇക്വേഷൻ എന്താണ്? നമ്മൾ ആദ്യം പഠിച്ചത് C × ΔT. പക്ഷെ മാസ് തന്നിട്ടുണ്ടെങ്കിൽ C × m × ΔT. ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ടോ? ഹീറ്റ് എന്ന് പറയുന്നത് ഹീറ്റ് ഇസ് ഡയറക്ട്ലി എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദി ടെമ്പറേച്ചർ ഓഫ് 1. അത് നമ്മൾ പഠിച്ചില്ലേ? Q is directly proportional to T or Q is equal to CT, where C is called as the proportionality constant, the specific heat capacity, heat capacity. പിന്നെ നമ്മൾ പറഞ്ഞു ഇഫ് m മാസ് ആണെങ്കിൽ C × m × ΔT. ഇനി സിമ്പിൾ അല്ലേ? C എത്രയാ? 0.9. m എത്രയാ? 13.5. ΔT എത്രയാ? ΔT is equal to T2 minus T1, that is equal to 100. And the answer will be approximately 1215 joule. കണ്ടോ? ഇത്രയേ ഉള്ളൂ കാര്യം. ഇതിങ്ങനെയൊക്കെ എഴുതിയിട്ടാൽ എന്തായാലും നിങ്ങൾക്ക് ആ ഒരു പ്രോബ്ലത്തിൻ്റെ ഫുൾ മാർക്ക് കിട്ടുന്നതായിരിക്കും. കാരണം ഇനി ഇവിടെ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ഇത്രയും നീറ്റാക്കി ഇന്ന ഡാറ്റാസ് ഉണ്ട് ഇതും കണ്ടു കഴിഞ്ഞാൽ മാർക്ക് കിട്ടേണ്ടതാണ്. അപ്പോൾ ക്ലിയർ ആയോ? സിമ്പിൾ അല്ലേ ക്വസ്റ്റ്യൻ? ഇനി വേറൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. ഇതൊന്നും ടെക്സ്റ്റിലുള്ളതല്ല കേട്ടോ, സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ശ്രദ്ധിച്ചോളൂ. ഇഫ് വാട്ടർ വേപ്പർ ഇസ് അസ്യൂം ടു ബി എൻ ഐഡിയൽ ഗ്യാസ്. വാട്ടർ വേപ്പറിനെ നമ്മൾ ഐഡിയൽ ഗ്യാസ് ആയിട്ട് അസ്യൂം ചെയ്യുക. മോളാർ എൻതാൽപ്പി ഓഫ് വേപ്പർ
molar enthalpy of vapor of 1 mole of water at 1 bar and 100 degrees Celsius is 41 kilojoule. എന്താ തന്നത്? എൻതാൽപ്പി നമുക്ക് തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ ഇന്റേണൽ എനർജി, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് യു ആണ്. വെൻ 1 mole of water is vaporized at 1 bar pressure and 100 degrees Celsius. എന്തൊക്കെയോ തന്നിട്ടുണ്ട്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആട്ടോ. ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റാസ് എഴുതാം. ഇഫ് വാട്ടർ ഇസ് അസ്യൂംഡ് മോളാർ എൻതാൽപ്പി ഓഫ് വാട്ടർ ഇസ് ഫൗണ്ട് ടു ബി 41 കിലോജൂൾ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇന്റേണൽ എനർജിയാണ്. എല്ലാം മോളിലാണ് തന്നിരിക്കുന്നത്. ഇസ് വേപ്പറൈസ്ഡ് അറ്റ് പ്രഷർ എന്ന് പറയുന്നത് 1 bar ആണ്. നമുക്ക് ആവശ്യമില്ല, എന്നാലും നോക്കാം. ടെമ്പറേച്ചർ ഇസ് 100 degrees Celsius. ഈ എച്ചും യുവും നമ്പർ ഓഫ് മോൾസും വെച്ചിട്ട് ഒരു ഇക്വേഷനെ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. എന്തായിരുന്നു? എൻതാൽപ്പി ഇസ് ഈക്വൽ ടു യു പ്ലസ് ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി. ഓർമ്മയില്ലേ? ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി ആയിരുന്നു. നമ്മൾ പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി, എന്നിട്ട് നമ്മൾ എൻ ജി ആർ ടി കൊടുത്തൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഈ ഇക്വേഷൻ എടുത്ത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇന്റേണൽ എനർജിയാണ്. എൻതാൽപ്പി ഉണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്, നമ്പർ ഓഫ് മോൾസും അവർ പറഞ്ഞിട്ടുണ്ട്, അതായത് 1 mole. അപ്പം നമുക്ക് ഈ ഇക്വേഷൻ തന്നെയാണ് ഏറ്റവും യൂസ് ചെയ്യാൻ പറ്റുക. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡെൽറ്റ യു. അപ്പോൾ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു, ഇത് ഇങ്ങോട്ടേക്ക് എടുത്തൂടെ, ഡെൽറ്റ എച്ച് മൈനസ് ഡെൽറ്റ എൻ ജി ആർ ടി. ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ എത്രയാ? 41. ഡെൽറ്റ എൻ എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് 1 mole. കാൽക്കുലേറ്റ് 1 bar പ്രഷർ, അതായത് 1 mole. അപ്പം നമുക്ക് ഓൾറെഡി 1 mole തന്നിട്ടുള്ളൂ. ഇൻറ്റു ആറിൻ്റെ വാല്യൂ പഠിക്കണം, 8.314. 8.314. ടെമ്പറേച്ചറും തന്നിട്ടുണ്ട് 100 degrees Celsius. നമ്മൾ 100 degrees Celsiusന് കെൽവിനിലേക്ക് എങ്ങനെയാണ് മാറ്റുക? 100 + 273 is equal to 373 Kelvin. 1 into 373, that is equal to, ആൻസർ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇറ്റ് വിൽ ബി 37.9 kilojoule. സിമ്പിൾ അല്ലേ? അയ്യോ, ഇതൊക്കെ ക്വസ്റ്റ്യൻ്റെ വലുപ്പം കണ്ട് അങ്ങ് ഒഴിവാക്കിയാൽ നോക്കൂ. ഒന്നുമില്ല, നമുക്ക് എച്ച് തന്നിട്ടുണ്ട്, യു കണ്ടുപിടിക്കണം. പീൻ്റെ ആവശ്യമൊന്നുമില്ല, കാരണം നമ്മൾ പി ഇവിടെ വെക്കുന്നില്ലല്ലോ. ടെമ്പറേച്ചർ തന്നു, ആറിൻ്റെ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അത് വെച്ച് അങ്ങ്, ഇത് നിങ്ങൾ മറക്കരുത്, ജൂൾ മോൾ ഇൻവേഴ്സ് കെൽവിൻ ഇൻവേഴ്സ്. ക്ലിയർ ആണോ? ഈ പ്രോബ്ലം ഡൗട്ട് ഉണ്ടോ? ഡൗട്ടില്ല. അപ്പോൾ ഇത് ഇത്രയും പ്രോബ്ലം മതി. കുറേ പ്രോബ്ലമായ നമുക്കേ ബോറടിക്കും, എടുക്കുന്ന എനിക്ക് ബോറടിക്കണം. അപ്പോൾ ക്ലാസ് കാണുന്ന നിങ്ങൾക്ക് എത്ര ബോറടിക്കും. പിന്നെ നിങ്ങൾ ഒരു അഭിപ്രായം കമൻറ്റിൽ പറയൂ. വെദർ ഞാനിങ്ങനെ എല്ലാ പ്രോബ്ലം ബോർഡ് ചെയ്യണം. ഇറ്റ് വിൽ ബി മോർ ഈസി ഫോർ മീ ടു റൈറ്റ് ഇൻ എ ബുക്ക്. ബുക്കിൽ എഴുതുമ്പില്ലേ, എനിക്ക് ഇങ്ങനെ ബോർഡിൽ ഇങ്ങനെ വലിച്ചെഴുതുന്നതിനെക്കാട്ടും ഇറ്റ് വിൽ ബി ഈസി ഫോർ മീ. ബുക്കിൽ എഴുതിയിട്ട് എനിക്ക് നിങ്ങൾക്ക് കാണിക്കുമ്പോൾ കുറച്ചുകൂടെ കൺവീനിയൻ. അപ്പോൾ എന്നെ കാണാൻ പറ്റത്തില്ല എന്നുള്ള എക്സ്പ്ലനേഷൻ ഉണ്ടാവും. ഞാൻ എടുക്കാറുണ്ട് അങ്ങനെ 1-2 പ്രോബ്ലമൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പറയൂ, എന്നെ കാണാതെ അങ്ങനെ മതിയെങ്കിൽ ഞാൻ അങ്ങനെ പ്രോബ്ലം ചെയ്തതെന്ന് കുറച്ചുകൂടെ പ്രോബ്ലം ചെയ്യണമെന്നുണ്ട്, ആ ഹെസസ് ലോ വെച്ചിട്ടും. അപ്പം അതൊക്കെ ചെയ്യണമെങ്കിൽ കുറേ സ്റ്റെപ്പാണ്. അപ്പോൾ ഇതിങ്ങനെ ഞാൻ ഇവിടെ എഴുതുമ്പം എനിക്ക് കുറച്ചുകൂടെ സ്ട്രെസ്സാണ്. അതിലും നല്ലത് പേപ്പറിലാകുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടാണ്. അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ, എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ. പിന്നെ നന്നായി പഠിക്കാൻ, മനസ്സിലാത്ത കാര്യം കമൻസിലിട്ടോളൂ, ഫ്രണ്ട്സിലൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ഓക്കെ, താങ്ക് യു.